ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കര ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കുംഭൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് ഏത് ഭാവത്തിലാണ്? 7-ാം ഭാവത്തിലാണ്. 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണോ? അല്ല. 7-ൽ സൂര്യൻ വരുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നു, സ്ത്രീവിർഗത പരിഭവം മതകേ പതങ്കേ. 7-ൽ സൂര്യൻ വരുമ്പോൾ സ്ത്രീകൾക്ക് പരിഭവം കൊടുക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ്. ബലവാനായ ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങളിലും ആ ഗ്രഹം നിൽക്കുന്ന ഭാവത്തിന് പുഷ്ടിയുണ്ടാകും. ഏതായാലും കുംഭൻ രാശിക്കൊക്കെ പലപ്പോഴും വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങളുണ്ടാകാം. ഭാര്യ പിണങ്ങിപ്പോയ ഭാര്യ, കാരണം 7-ൽ സൂര്യൻ വരുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞ ഫലം എന്താണ്? സ്ത്രീവിർഗത പരിഭവം മതകേ പതങ്കേ. സ്ത്രീഭിഹി പരിഭവം കഥ. സ്ത്രീകൾ തന്നോട് പരിഭവം കാണിക്കും. മതകേ 7-ാം ഭാവത്തിൽ, പതങ്കേ സൂര്യൻ നിൽക്കുമ്പോൾ. ഇവിടെ പല വിഷയത്തിലും പല കാര്യങ്ങളും തീരുമാനം ഉണ്ടാകാം. യാത്രയുണ്ടാകാം. 7-ാം ഭാവം യാത്രാഭാവമാണ്. അവിടെ ആ ഭാവാധിപൻ വളരെ ബലവാനായി നിൽക്കുമ്പോൾ എന്തായാലും യാത്രാ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാം. തനിക്കൊരു പക്ഷേ നഷ്ടപ്പെട്ട കാശ് തിരിച്ചു കിട്ടാം. ഇതൊക്കെ സംഭാവ്യമാണ് 7-ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ. ഏതായാലും സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ഈ സൂര്യൻ അങ്ങേയറ്റം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധിവരെ ഈ ഒരു മാസക്കാലം തടഞ്ഞ്
തൻ്റെ നഷ്ടധനം തിരിച്ചു കിട്ടാനും അല്ലെങ്കിൽ തനിക്ക് പല സ്ഥലത്ത് പോകുവാനുമുള്ള വിഷയങ്ങൾക്ക് വളരെ നല്ലതാണ്. മൂത്രാശയത്തിൽ കല്ലുള്ള രോഗികൾ ശ്രദ്ധിക്കണം. മൂത്രത്തിൽ കല്ലിൻ്റെ ബുദ്ധിമുട്ട് വരിക, പല്ലുകൾക്ക് വികൃതി, രഥവൈകൃത്യകാലാച്ച സപ്തമേ, പല്ലുകൾക്കുണ്ടാകുന്ന വികൃതികൾ റൂട്ട് കാനലൊക്കെ ചെയ്യുന്ന സമയമാണെന്ന് കൂടി അറിയുക. ഏതായാലും ഈ സൂര്യൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ കുംഭൻ രാശിക്കാർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.